The next topic we are going to study is PLSQL. What is PLSQL? Its full form is Procedural Language Structured Query Language. PL stands for Procedural Language. SQL stands for Structured Query Language. And you know what is the meaning of Procedural Language? ഒരു Procedural Language എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സിയിലൊക്കെ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മളൊരു പ്രൊസീജിയറായിട്ട്, അതായത് ഒരു ബ്ലോക്ക് ഓഫ് കോഡായിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതാറുണ്ട്. If you want to find out the maximum among two numbers, if you want to check whether the number is prime or not, ഇതിനൊക്കെ നിങ്ങൾ സി പ്രോഗ്രാമിൽ കോഡ് എഴുതിയിട്ടുണ്ട് ഒരു ബ്ലോക്കായിട്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് ലൂപ്പ് സ്ട്രക്ചേഴ്സ്, കണ്ടീഷൻസ്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് SQLനകത്തും നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സ്റ്റൈലിൽ നമുക്കൊരു ബ്ലോക്ക് ഓഫ് കോഡായിട്ട് ഇവിടെ എഴുതാൻ പറ്റും PLSQLിൽ. അതുപോലെ SQLിലെ കമാൻഡ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ PLSQL എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ പ്രൊസീജിയറൽ ലാംഗ്വേജ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. So the main point is it is a combination of SQL along with the procedural features of programming language. SQL ന്റെ ഫീച്ചേഴ്സും procedural language ന്റെ ഫീച്ചേഴ്സും കൂടെ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. And it was developed by Oracle in early 90s. അതായത് 90s സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് PLSQL ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. So here we can see what are the main differences between SQL and PLSQL. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺസ് ചോദിക്കുകയാണെങ്കിൽ you can see certain points. SQL means it is a single query, that is whether it is mainly used for writing DML type commands or DDL operations. അതായത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വാല്യൂസ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനാവാം, അല്ലെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാകാം. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ ക്വറിയാണ് സാധാരണ നമ്മൾ SQLിൽ എഴുതി കൊടുക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് PLSQL ഹിയർ ഇറ്റ് ഇസ് എ ബ്ലോക്ക് ഓഫ് കോഡ്. അതായത് ആ എൻറ്റയർ പ്രോഗ്രാം അല്ലെങ്കിൽ ആ എൻറ്റയർ ബ്ലോക്ക് ഓഫ് കോഡ്, ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഒറ്റ ലൈനിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അതിന് ഒരുപാട് സ്റ്റെപ്സ് ആയിട്ടാണ് ആ ഒരു ഫങ്ഷനാലിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് യു ഹാവ് ടു റൈറ്റ് എ പ്രൊസീജിയർ. അപ്പോൾ അതുപോലെ പ്രൊസീജിയർ ആയിട്ടോ ഫങ്ഷൻ ആയിട്ടോ ബ്ലോക്ക് ആയിട്ടോ ഒക്കെയാണ് PLSQLിൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. The second comparison is that SQL is a declarative, defining what must be done rather than how it must be done. എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് SQL ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്നാണ്, അതായത് ഇൻസേർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ PLSQLിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് യു ഹാവ് ടു റൈറ്റ്. അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ബ്ലോക്ക് ആയിട്ട് മാറുന്നത്. ദ തേർഡ് കമ്പാരിസൺ ഈസ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ആസ് എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞ പോലെ SQL കമാൻഡ്സ് നിങ്ങൾ എഴുതുമ്പോൾ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡാണ്. പക്ഷേ PLSQLിൽ നമ്മൾ വി ആർ എക്സിക്യൂട്ടിങ് ആസ് എ ബ്ലോക്ക്. അതിൽ ഓരോ ലൈനും എക്സിക്യൂട്ട് ചെയ്യല്ല ചെയ്യണത്, എൻറ്റയർ ലൈൻ, ആ എൻറ്റയർ ബ്ലോക്ക് of code as it is you are executing. The next comparison is SQL is mainly used for modified data. അപ്പോൾ SQL സാധാരണ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ഒരിക്കൽ ഒരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ SQL കമാൻഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആ എക്സിസ്റ്റിംഗ് ഡേറ്റയിലേക്ക് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അപ്ഡേഷൻ നടത്താനോ ഒക്കെയാണ് സാധാരണ SQL യൂസ് ചെയ്യുന്നത്. ബട്ട് PLSQL ക്യാൻ ബി യൂസ്ഡ് ഫോർ ആപ്ലിക്കേഷൻ, ക്രിയേറ്റിംഗ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾ ലൈബ്രറി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ നമുക്ക് ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഡൊക്കെ എഴുതാൻ PLSQL യൂസ് ചെയ്ത് ഇറ്റ്സ് പോസിബിൾ ആണ്. ദ നെക്സ്റ്റ് കമ്പാരിസൺ ഈസ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കമ്പാരിസൺ ഇസ് ദാറ്റ് ദ SQL കനോട്ട് കണ്ടെയ്ൻ PLSQL കോഡ്. അപ്പോൾ നമുക്ക് ഒരു SQL കോഡ് എഴുതുകയാണെങ്കിൽ അതിനകത്തൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതാൻ പറ്റില്ല. പക്ഷേ ഒരു PLSQL കോഡിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു SQLിൻ്റെ ക്വറിയൊക്കെ എഴുതാൻ പറ്റും. ലൈക്ക് എന്തെങ്കിലും ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ടേബിളിലേക്ക് എന്തെങ്കിലും വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിലും അങ്ങനെയുള്ള കമാൻഡ്സ് ഒക്കെ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനകത്ത് നമുക്ക് SQL കമാൻഡ്സ് എഴുതാം. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ SQL ആൻഡ് PLSQL. നെക്സ്റ്റ് PLSQLിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ് പെർഫോമൻസ്, ബെറ്റർ പെർഫോമൻസ്, ഹൈ പ്രൊഡക്ടിവിറ്റി, ടൈറ്റ് ഇൻറ്റഗ്രേഷൻ വിത്ത് SQL, ഫുൾ പോർട്ടബിലിറ്റി, ടൈറ്റ് സെക്യൂരിറ്റി, ആൻഡ് ഇറ്റ് ഓൾസോ സപ്പോർട്ട് ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റും കൂടി ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ അഡ്വാൻറ്റേജസ് PLSQLിനുണ്ട്. ഇനി
how to write a PLSQL block. അപ്പോൾ നമ്മൾ PLSQL എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത്? എഴുതുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ PLSQL നമ്മൾ ബ്ലോക്ക് ആയിട്ടാണ് കോഡ് എഴുതുന്നത്. ഇപ്പോൾ C പ്രോഗ്രാമിൽ ബിഗിൻ എൻഡിൻ്റെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബ്രേസസിനും ക്ലോസിംഗ് ബ്രേസസിനും ഇടയ്ക്കാണ് നമ്മൾ കോഡ് എഴുതുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ PLSQL കോഡ് എഴുതുന്നത്. അപ്പോൾ ഈ ബ്ലോക്സിന് നമുക്ക് PLSQL ബ്ലോക്സിന് മെയിനായിട്ട് 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ടൈപ്പ് ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ അനോണിമസ് ബ്ലോക്ക്, അതായത് നമ്മൾ ജസ്റ്റ് ചുമ്മാ മെയിൻ പ്രോഗ്രാമൊക്കെ സിപിയിൽ എഴുതാറുണ്ടല്ലോ, ജസ്റ്റ് ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ സിമ്പിൾ പ്രോഗ്രാംസ് എഴുതാറുണ്ട്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ബ്ലോക്ക് ഓഫ് കോഡായിട്ടാണ് നമ്മൾ സിയിലൊക്കെ എഴുതുന്നത്. അതേപോലെ PLSQL ബ്ലോക്ക് അനോണിമസ് ബ്ലോക്ക് എന്ന് പറയും ചിലപ്പോൾ. അതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് നമ്മൾ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ പ്രൊസീജിയർ ലാംഗ്വേജിലും. അതുപോലെ ഇഫ് യു ആർ യൂസിങ് എനി വേരിയബിൾസ്, ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ ഡിക്ലെയർ ദം. ഡിക്ലറേഷൻ സെക്ഷൻ ഉണ്ട്, അവിടെ ഡിക്ലെയർ ചെയ്യുക യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെല്ലാം ഇൻറ്റിജർ ആണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒറാക്കിളിൽ പോസിബിൾ ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് എല്ലാം നമുക്ക് ആ ടൈപ്പിലെല്ലാം നമുക്ക് വേരിയബിൾസ് അവിടെ ഡിക്ലെയർ ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ഡിക്ലറേഷൻ സെക്ഷൻ ദെൻ യു വിൽ റൈറ്റ് ദ ബിഗിൻ ആൻഡ് എൻഡ് സെക്ഷൻ. ഈ ബിഗിനും എൻഡും നമ്മൾ വരയ്ക്കും, ബിഗിൻ എൻഡ് എഴുതും. അതിനകത്താണ് ബാക്കിയുള്ള കോഡുകൾ നമ്മൾ എഴുതുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ആൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്. നിങ്ങൾ പഠിച്ച പോലെ എക്സെപ്ഷൻസ് എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റിയും ഇതിനകത്തുണ്ട് ബൈ യൂസിങ് ദ എക്സെപ്ഷൻ കീവേഡ്. ഈ കീവേഡ് വെച്ചിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. സോ നോർമലി നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ കോഡിൽ ഡിക്ലെയർ ചെയ്യാനുള്ള പാർട്ടുണ്ടാകും. ബിഗിൻ ഉണ്ട്, എൻഡ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ബിഗിൻ ആൻഡ് എൻഡ് യു ക്യാൻ റൈറ്റ് ഈച്ച് ആൻഡ് എവറി എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് PLSQL ബ്ലോക്ക്. ഇപ്പോൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഈ 3 കാറ്റഗറിയിൽ ഏത് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അനോണിമസ് ബ്ലോക്ക്. ദെൻ കംസ് ദ പ്രൊസീജിയർ. ഈ പ്രൊസീജിയറും ഈ ഫംഗ്ഷനും ഒക്കെ കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ ഹിയർ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ പ്രൊസീജിയർ? പ്രൊസീജിയർ ഈസ് ഓൾസോ എ ബ്ലോക്ക് ഓഫ് കോഡ്. ഒരു കോഡിൻ്റെ ബ്ലോക്കാണ് അതും. അപ്പോൾ പ്രൊസീജിയർ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ സിൻടാക്സ് ആൻഡ് ദ എക്സ്പ്ലനേഷൻ വിൽ ബി ഗിവൺ ലേറ്റർ. ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിയിലൊക്കെ ഫംഗ്ഷൻ അല്ലെങ്കിൽ CPPയിലൊക്കെ ഫംഗ്ഷൻ എഴുതുന്ന അതേ സ്റ്റൈലിൽ അതാണ് മീനിങ്, സെയിം മീനിങ് ആണ്. whenever you want to call a block of code repeatedly you can call it as a function. അപ്പോൾ ഫംഗ്ഷനും അതിൻ്റേതായ ഒരു സിൻടാക്സ് ഉണ്ട് ഫോർ ഡിക്ലറേഷൻ. So first we are only going to declare the anonymous block. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഫസ്റ്റ് കാറ്റഗറി ഉണ്ടല്ലോ, ഫംഗ്ഷനോ പ്രൊസീജിയറോ അല്ലാതെ ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് കോഡ് ബ്ലോക്ക് ഓഫ് കോഡ് എഴുതുന്നതാണ് ഫസ്റ്റ് സ്റ്റൈല്. സോ അതിൽ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ഓപ്ഷണലാണ്. ഇഫ് യു ആർ നോട്ട് യൂസിങ് എനി വേരിയബിൾ യു നീഡ് നോട്ട് വാണ്ട് ടു ഡിക്ലെയർ ദം. ദെൻ യു റൈറ്റ് ബിഗിൻ ഈസ് റിക്വയർഡ് ആൻഡ് എൻഡ് ഈസ് റിക്വയർഡ്. അതിനകത്ത് യു ക്യാൻ റൈറ്റ് ഐദർ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ എനി PLSQL സബ് ബ്ലോക്സ്. അതായത് ഒരു ബ്ലോക്കിനകത്ത് വേറെ ബ്ലോക്ക് വരാം, ഒരു ബ്ലോക്കിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം, അതെല്ലാം പോസിബിളാണ്. ആൻഡ് നെക്സ്റ്റ് ഐ വിൽ ഷോ യു എ സ്മോൾ എക്സാമ്പിൾ ഓഫ് അനോണിമസ് ടൈപ്പ് ബ്ലോക്ക്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ആസ് ഐ സെഡ് ദ ഡിക്ലറേഷൻ സെക്ഷൻ ഇസ് ദ ഫസ്റ്റ് പാർട്ട്. ഇറ്റ് ഇസ് ഓപ്ഷണൽ വൺ. ദെൻ ബിഗിൻ ആൻഡ് എൻഡ് വിൽ ബി ദയർ ആൻഡ് ആഫ്റ്റർ ഇൻ ബിറ്റ്വീൻ യു വിൽ റൈറ്റ് ദ ബ്ലോക്ക് ഓഫ് കോഡ്. ആൻഡ് ഹിയർ ഐ എം നോട്ട് യൂസിങ് എനി എക്സെപ്ഷൻ. അപ്പോൾ ഞാനിതിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ നമ്മൾ നോക്കുന്നില്ല. ഇതിൽ PLSQL സിമ്പിൾ ടൈപ്പ് ഓഫ് ഒരു പ്രോഗ്രാമാണ്. ആൻഡ് ദിസ് പ്രോഗ്രാം ഇസ് ടു ആഡ് 2 നമ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാം 3 നമ്പർ ആഡ് ചെയ്യാൻ C പ്രോഗ്രാം എഴുതുകയാണെങ്കിലും 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. ദെൻ ഒരു 2 നമ്പേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യണം. അത് കീബോർഡിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാം ഒന്നുകിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ദെൻ കാൽക്കുലേറ്റ് ദം ആൻഡ് പ്രിന്റ് ദ റിസൾട്ട്. ഇതാണ് സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക്ക്. ദ സെയിം ലോജിക് ഈസ് യൂസ്ഡ് ഹിയർ. സോ ഫസ്റ്റ് ഐ എം യൂസിങ് A, B, C ആർ 3 വേരിയബിൾസ്. A ഈസ് എ ന്യൂമറിക് ഒരു നമ്പർ. എന്താണോ ഒറാക്കിളിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ കൊടുക്കുന്നത്, എന്ത് ടൈപ്പിലാണോ വേണ്ടത്, യു ജസ്റ്റ് ഡിക്ലെയർ ദോസ് 3 വേരിയബിൾസ് ആസ് numeric type or number type. And after that you write begin and end. ഈ begin end കഴിഞ്ഞ് സെമിക്കോളൻ ഉണ്ട്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഉണ്ട്. സിയിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ ഇവിടെയൊക്കെ എറേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ഐ എം ഡിക്ലെയറിങ് A and B. ദെൻ ഐ കാൽക്കുലേറ്റ്. ഇപ്പോൾ ഇതിൽ ഈക്വൽ ടുവിന് പകരം കോളൻ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ദെൻ ഇതിൽ പ്രിൻറ്റ് ചെയ്യാൻ, ഇഫ് യു വാണ്ട് ടു പ്രിൻറ്റ് എനിത്തിങ് ഓൺ ദ സ്ക്രീൻ, ദ കമാൻഡ് യൂസ്ഡ് ഇൻ PLSQL ഈസ് dbms_output.put_line. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് മെസ്സേജ് ആയിട്ടാണോ കാണേണ്ടത്, സം ഈക്വൽ ടു എന്ന് കാണണമെന്നുണ്ടെങ്കിൽ യു ഇൻസൈഡ് സിംഗിൾ കോഡ് യു ലൈക്ക് സം ഈക്വൽ ടു ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു റൈറ്റ് ദ 2 pipe symbol.
പൈപ്പ് സിമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. രണ്ട് സ്റ്റാൻഡിങ് ലൈൻ പോലത്തെ, അതായത് വെർട്ടിക്കൽ ലൈൻ പോലത്തെ രണ്ട് സിമ്പിൾ. എന്നിട്ട് ഏത് വേരിയബിളിലാണോ നിങ്ങളുടെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ളത് ആ വേരിയബിൾ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഇപ്പോൾ റൺ ചെയ്യാനുള്ള സ്റ്റൈൽ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു തരാം. സോ ഹിയർ ഞാൻ ലൈവ് SQL അത് റൺ ചെയ്ത് കാണിക്കാം. ഐ എം ജസ്റ്റ് കോപ്പിങ് ദ കോഡ്. ആ കോഡ് ആസെറ്റസ് ഞാൻ കോപ്പി ചെയ്തു. മറ്റതിലൊക്കെ നമ്മൾ സിംഗിൾ ലൈനായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എല്ലാം കൂടെ സെലക്ട് ചെയ്യുക, റൺ ചെയ്യുക. So you will get the result here. Statement process sum is equal to 100. 56 plus 44 is 100. അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതേ പാറ്റേണിൽ വേണം ഇത് റൺ ചെയ്യാനായിട്ട്. So like this, there are some other programs are also given. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. How to find out the maximum among two numbers. രണ്ട് നമ്പേഴ്സിലെ മാക്സിമം കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് if else ഒക്കെ യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ദ if else. അവിടെ ഞാൻ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, ABC. രണ്ട് വേരിയബിൾസിന് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്തു. A less than B ആണെങ്കിൽ, സോ യു ചെക്ക് ദ സിൻടാക്സ്. if then else ഉണ്ടെങ്കിൽ else, അത് കഴിഞ്ഞ് NDIF ഉണ്ട്. ifന് NDIF ഉണ്ട്. NDIF കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഉണ്ട്. അപ്പോൾ എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ സിയിൽ എനിക്ക് വലിയ നമ്പേഴ്സ് എയും ബിയും കമ്പയർ ചെയ്തിട്ട് വിച്ച് വൺ ഇസ് ഗ്രേറ്റർ 1 അത് സിയിൽ കോപ്പി ചെയ്യുക, സിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ടു ഫൈൻഡ് ദ മാക്സിമം എമംഗ് ടു വാല്യൂ, സെയിം തിങ്. അപ്പോൾ അങ്ങനെ ഇതൊരു ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫങ്ഷനിലേക്ക് പോകണ്ട, സിമ്പിൾ പ്രോഗ്രാംസ് ആയിട്ട് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലൂപ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വാട്ട് ഇസ് PLSQL എന്താണെന്നുള്ളത്, PLSQLിൽ നമ്മൾ ബ്ലോക്ക് ഓഫ് കോഡായിട്ട് എഴുതുന്നു. 3 ടൈപ്സ് ഓഫ് ബ്ലോക്സ് ആണ് എഴുതുന്നത്. അനോണിമസ് ബ്ലോക്ക്, പ്രൊസീജിയർ ആയിട്ട് എഴുതാം, ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ജസ്റ്റ് ഡിസ്കസ്ഡ് ഹൗ ടു റൈറ്റ് ആൻ അനോണിമസ് ബ്ലോക്ക് ഓഫ് കോഡ് ഇൻ PLSQL.